മാർവൽ സ്റ്റുഡിയോസിന്റെ ഏറ്റവും പുതിയ ഫിലിമായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ദ ബെസ്റ്റ് സ്പൈഡർമാൻ മൂവി എവർ എന്ന് തന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കും. നമ്മൾ സാധാരണ ഇതുവരെ കണ്ട സ്പൈഡർമാൻ മൂവീസിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എടുത്തു വെച്ചിരിക്കുന്നത്. ടോം ഹോളണ്ടിന്റെ ആക്ടിങ് ഒരു രക്ഷയുമില്ല. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ഈ ടോബി മഗ്വയർ ആണ് റിയൽ സ്പൈഡർമാൻ അല്ലെങ്കിൽ OG സ്പൈഡർമാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ പുതിയ കാലത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി വാ. ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ നമ്മളൊന്നും കരുതി വെച്ചേക്കുന്ന അല്ലെങ്കിൽ നമ്മളൊന്നും വിചാരിച്ചേക്കുന്ന ആളല്ല. DNA മ്യൂട്ടേഷൻ ഒക്കെ സംഭവിച്ച് വളരെ ശക്തനായി മാറുന്ന സ്പൈഡർമാനെയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹൈസ്കൂളിൽ പഠിക്കുന്നതും കോളേജിൽ പഠിക്കുന്നതുമായിട്ടുള്ള പീറ്റർ പാർക്കർ ഒക്കെ അന്ന്, എന്നാൽ ഇന്ന് അവൻ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള യുവാവാണ്. നമുക്കറിയാം, സ്പൈഡർമാൻ നോ വേ ഹോമിന് 4 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന്. ഈ 4 വർഷത്തോളം കാലം പീറ്റർ പാർക്കർ ഒറ്റയ്ക്കായിരുന്നു. അവന് പേരൻസ് ഇല്ല, ആന്റിമേ ഇല്ല, അവന്റെ ഫ്രണ്ട്സ് ആയ നെഡോ MJയോ പോലും അവനോടൊപ്പം ഇല്ലായിരുന്നു. തികച്ചും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പീറ്റർ പാർക്കർ. ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്തതിന് ശേഷം പീറ്റർ പാർക്കറിനെ ലോകത്തുള്ള എല്ലാവരും മറന്നെങ്കിലും സ്പൈഡർമാനെ ആരും മറന്നിട്ടില്ലായിരുന്നു. ഈ 4 വർഷത്തോളം കാലം അവൻ തന്റെ സിറ്റിയായ ന്യൂയോർക്ക് സിറ്റിയെ വില്ലന്മാരുടെ പക്കൽ നിന്നും ക്രിമിനൽസിന്റെ പക്കൽ നിന്നും സംരക്ഷിച്ചു പോവുകയായിരുന്നു. ഈ മൂവിയിൽ സ്പൈഡർമാൻ എന്ന ക്യാരക്ടറിനേക്കാൾ പീറ്റർ പാർക്കർ എന്ന ക്യാരക്ടറിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കണ്ടു ശീലിച്ചിട്ടുള്ള ആ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ അല്ല സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലുള്ളത്. DNA മ്യൂട്ടേഷൻ കാരണം, തന്റെ ബോഡിയിലുള്ള മാറ്റങ്ങൾ കാരണം വളരെ അഗ്രസീവായിട്ട് ഒട്ടും ഹോൾഡ് ബാക്ക് ചെയ്യാത്ത ഒരു സ്പൈഡർമാനെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ജീൻ ഗ്രേ എന്ന ക്യാരക്ടറിനെ MCUലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സാഡി സിങ്ക് ആണ് ജീൻ ഗ്രേ ആയിട്ട് വേഷമിടുന്നതെന്ന് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതായിരുന്നു. എന്തായാലും സാഡി സിങ്ക് തനിക്ക് കിട്ടിയ ജീൻ ഗ്രേ എന്ന റോള് വളരെ നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ട്രെയിലർ ബ്രേക്ക് ഡൗണും അല്ലാതെ മറ്റ് എക്സ്പ്ലനേഷൻ വീഡിയോസിലും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിലെ പല കാര്യങ്ങളും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിന് ശേഷം ആ സാവേജ് ഹൾക്കിനെ കാണാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ ഹൾക്കിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ എങ്കിലും ഹൾക്ക് സ്ക്രീനിൽ അപ്പിയർ ചെയ്ത ഓരോ നിമിഷവും വേറെ ലെവലായിരുന്നു. സ്പൈഡർമാനും ഹൾക്കും തമ്മിലുള്ള പോരാട്ടവും എടുത്തു പറയേണ്ടിയ ഒന്നാണ്. ഷാങ്-ചി ആൻഡ് ദ ലെജൻഡ് ഓഫ് ദി ടെൻ റിംഗ്സ് ഡയറക്ട് ചെയ്ത ഡെസ്റ്റിൻ ഡാനിയൽ ക്രേറ്റൻ തന്നെയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയും ഡയറക്ട് ചെയ്തത്. മറ്റ് സ്പൈഡർമാൻ മൂവീസ് പോരാ എന്നല്ല, എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ സ്പൈഡർമാൻ നോ വേ ഹോമിനും ഒരു പടി മുന്നിൽ നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നിയത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ആണ്. ഫ്രാങ്ക് കാസിൽ അഥവാ ദ പണിഷറിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ ഒരിക്കലും പൂർണ്ണമാകില്ല. സ്പൈഡർമാന്റെയും ദ പണിഷറിന്റെ രീതികൾ തികച്ചും ഡിഫറന്റ് ആണെന്ന് നമുക്കറിയാം. തെറ്റ് ചെയ്യുന്നവർ ആരായാലും അവരെ മുഖം നോക്കാതെ കൊന്നുകളയുന്നവനാണ് ദ പണിഷർ. എന്നാൽ സ്പൈഡർമാനോ ക്രിമിനൽസിനെ പോലീസിന് പിടിച്ചു കൊടുത്താലും അവരെ കൊല്ലത്തില്ല. അങ്ങനെയുള്ള 2 പേർ ടീമപ്പ് ചെയ്താൽ എന്താകും സംഭവിക്കുക എന്ന് നമുക്കറിയാം. എന്നാൽ ദ പണിഷറിനെ വരെ സോഫ്റ്റ് ആക്കി നല്ല രീതിക്ക് കൊണ്ടുവരാൻ സ്പൈഡർമാൻ സാധിക്കുന്നുണ്ട്. മൂവിയിൽ പലയിടത്തും പ്ലേസ് ചെയ്ത കോമഡി സീൻസും കോമഡി ഡയലോഗ്സും ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ദ പണിഷർ ഒക്കെ പിഞ്ചു മനസ്സിന് ഉടമയാണെന്ന് ഇപ്പോഴാണ് സത്യത്തിൽ എല്ലാവർക്കും മനസ്സിലായത്. അതെന്താണെന്ന് മൂവി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്പൈഡർമാൻ, ബ്രൂസ് ബാനർ അഥവാ ഹൾക്ക്, ദ പണിഷർ, ജീൻ ഗ്രേ, അവരെ കൂടാതെ ക്യാമിയോ റോളിൽ എലേന ബെലോവയും ടോം സ്റ്റോൺ, സ്കോർപിയൻ, ട്രാൻഡുല, റാംറോഡ് എന്നിങ്ങനെ നിരവധി ക്യാരക്ടേഴ്സിനെയും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്പൈഡർമാനും ദ ഹാൻഡിന്റെ നീഞ്ചാസും തമ്മിലുള്ള പോരാട്ടം അതൊരു ഒന്നൊന്നര പോരാട്ടമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. സ്പൈഡർമാന്റെ ബോഡിയിൽ സംഭവിക്കുന്ന DNA മ്യൂട്ടേഷൻ പൂർണ്ണമാകുന്നത് ആ പോരാട്ടത്തിന്റെ ഇടയ്ക്കാണ്. MJയ്ക്കും നെഡിനും പിന്നെ നെഡിന്റെ കണ്ടുപിടുത്തമായ സ്പൈഡി ട്രാക്കറിനും വലിയൊരു പ്രാധാന്യം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലുണ്ട്. മൂവിയുടെ അവസാനം സ്പൈഡർമാൻ വിൽ റിട്ടേൺ എന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സ്പൈഡർമാൻ ഇനി എപ്പോൾ റിട്ടേൺ ചെയ്യും, ഏത് മൂവിയിൽ റിട്ടേൺ ചെയ്യുമെന്നൊന്നും പറയുന്നില്ല. എന്തായാലും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് സമ്മാനിച്ചത്. പിന്നെ മൂവിയിൽ ഒരുപാട് കോമഡി സീൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി വളരെ ഇമോഷണൽ ആയിട്ടുള്ള പല സീനുകളും ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ മാർവലിന് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ട്രൂ സ്പൈഡർമാൻ ഫാൻ ആണെങ്കിൽ, നിങ്ങൾ ഒരു ട്രൂ മാർവൽ ഫാൻ ആണെങ്കിൽ മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ പോയി കാണുക. ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ്, ദ ബെസ്റ്റ് സ്പൈഡർമാൻ മൂവി എവർ. അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ തന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ തിയേറ്ററിൽ തന്നെ പോയി കാണുവാൻ ശ്രമിക്കുക. സോ ഗൈസ്, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ നിങ്ങൾ കണ്ടോ? കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂവിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം വീഡിയോ ഹൈപ്പ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.